Hello friends, welcome to my English classroom. In this class, we are going to discuss about two modes of communication, speech and writing. ആശയവിനിമയത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഉപാധികളായ സംസാരത്തെയും എഴുത്തിനെയും കുറിച്ചാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ BA ഇംഗ്ലീഷ് മെയിൻ പേപ്പറായ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലെ ആദ്യ മൊഡ്യൂളായ ദ ബിഗിനിങ്സിലെ 4ാമത്തെ ടോപ്പിക്കാണ് ടു മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആദ്യകാലം മുതലേ വലിയ ചർച്ചയ്ക്ക് കാരണമായ ഒരു വിഷയമായിരുന്നു സംസാരമാണോ എഴുത്താണോ ആശയവിനിമയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്നുള്ളത്. ഈ ചർച്ചകളെക്കുറിച്ചാണ് വളരെ വിശദമായി ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ക്ലാസ് റൂം. ടു മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സ്പീച്ച് and writing. Speech and writing are the two basic manifestations of language. ഭാഷയുടെ പ്രധാനപ്പെട്ട രണ്ട് രീതികളാണ് സംസാരവും എഴുത്തും. As a means of communication, both the spoken and the written forms of language are equally important. ഒരു ആശയവിനിമയ രീതി എന്ന നിലയ്ക്ക് സംസാരത്തിനും എഴുത്തിനും ഭാഷയുടെ ലോകത്ത് ഒരുപോലെ പ്രാധാന്യമുണ്ട്. Spoken language may be defined as, അതിൽ തന്നെ സ്പോക്കൺ ലാംഗ്വേജിനെ, സംസാര ഭാഷയെ നമുക്കിങ്ങനെ നിർവചനം നൽകാം: എ സിസ്റ്റം ഓഫ് ആർബിട്രറി വോക്കൽ സിംബൽസ് ബൈ മീൻസ് ഓഫ് വിച്ച് ഹ്യൂമൻ ബീയിങ്സ് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് വൺ അനദർ. മനുഷ്യന്മാർ പരസ്പരം അവരുടെ ശബ്ദങ്ങൾ ഉപയോഗിച്ച്, ശബ്ദ സിംബലുകൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന രീതി അല്ലേ, പരസ്പരം അവർ കോപ്പറേറ്റ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് എന്ത് വിളിക്കാം? സ്പോക്കൺ ലാംഗ്വേജ് എന്ന് വിളിക്കാം. In human speech, we make use of vocal organs for the articulation of definite sounds. കൃത്യമായി നമുക്കറിയാം, വ്യക്തമായ ശബ്ദങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് മനുഷ്യൻ്റെ സംസാര ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത്. These sounds, when arranged according to set patterns, കൃത്യമായ രീതിയിൽ ആ ശബ്ദങ്ങളെ നമ്മൾ അടുക്കും ചുട്ടിയോടുകൂടി വെച്ചിട്ട് ഫോം ദ വേർഡ്സ് ഓഫ് എ ഗിവൺ ലാംഗ്വേജ്, ഒരു ഭാഷയിലെ പ്രത്യേക വാക്കുകളായി നമ്മൾ രൂപീകരിക്കുന്നു. അത്തരത്തിൽ ശബ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാക്കുകളായി ഉച്ചരിച്ചാണ് സംസാര ഭാഷയെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലാണ് സംസാര ഭാഷ എന്ന് കൃത്യമായി നമുക്ക് പറയാം. നമ്മുടെ ശബ്ദങ്ങൾ ഉപയോഗിച്ച്, അതായത് കൃത്യമായ ഉച്ചാരണം കൊണ്ട് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതാണ്, അല്ലെ, നമ്മൾ ഉച്ചരിക്കുന്നതാണ്. നമ്മുടെ വായ കൊണ്ട് ഉച്ചരിച്ച് പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കി ആ ശബ്ദങ്ങൾ സെറ്റ് പാറ്റേൺസ്, കൃത്യമായ പാറ്റേണുകളിൽ പറഞ്ഞുകൊണ്ട് വാക്കുകളാക്കി നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. The written forms of language always come later than the spoken form. എന്നാൽ സംസാര ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി നാളുകൾക്ക് ശേഷമാണ് എഴുത്ത് ഭാഷയുടെ ലോകത്ത് രൂപപ്പെടുന്നത്. Written form of language implies that the using of certain symbols for the speech sounds. യഥാർത്ഥത്തിൽ സ്പീച്ച് സൗണ്ടുകൾക്ക് അനുസൃതമായി ഓരോ സിംബലുകൾ നൽകിക്കൊണ്ടാണ് എഴുത്ത് രൂപപ്പെടുന്നത്. നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദങ്ങൾക്കനുസരിച്ച് അതിന് ഓരോ സിംബൽ കൊടുത്തുകൊണ്ടാണ് എഴുത്ത് രൂപപ്പെടുന്നത്. While the spoken form of a word is a symbol of the thing referred to by that word. എന്നാൽ നമ്മൾ സംസാര ഭാഷയിലൂടെ ഉച്ചരിക്കുന്ന ഓരോ ശബ്ദങ്ങൾ, അതുപോലെ ആ ശബ്ദങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കൃത്യമായി നമ്മൾ എന്തിനെയാണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ, നമ്മൾ എന്തിനെങ്കിലും വിളിക്കുന്ന ഒരു പേര് നമ്മൾ ഉച്ചരിക്കുന്നു. ആ ഉച്ചരിക്കുന്ന ആ പേരിനൊരു സിംബലാണ് എഴുത്ത്. നേരിട്ട് ഒരു കാര്യം ഉദ്ദേശിക്കാൻ വേണ്ടി നമ്മൾ ശബ്ദത്തിലൂടെ ഉണ്ടാക്കുന്നു. എന്നാൽ നമ്മൾ ഉണ്ടാക്കിയ ശബ്ദത്തിനെയാണ് എഴുത്തിൽ എന്ത് ചെയ്യുന്നത്? ഒരു പ്രത്യേക സിംബൽ ഉപയോഗിച്ച് എഴുതപ്പെടുന്നത്. ദ റിട്ടൺ ഫോം ഈസ് എ സിംബൽ ഓഫ് ദ സ്പോക്കൺ ഫോം. അപ്പോൾ നമുക്ക് എങ്ങനെ വിളിക്കാം? ദ റിട്ടൺ ഫോം, നമ്മുടെ എഴുത്തിൻ്റെ രൂപം എന്ന് പറയുന്നത്, ഈസ് ദ സിംബൽ ഓഫ് ദ സ്പോക്കൺ ഫോം. നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദങ്ങൾക്കനുസരിച്ചാണ് റിട്ടൺ ഫോമുകൾ ഉണ്ടാകുന്നത്. Therefore, the written form may be conceived as a symbol of a symbol. അതുകൊണ്ട് എഴുത്തിൻ്റെ രൂപത്തിന് നമുക്ക് എങ്ങനെ വിളിക്കാം? എ സിംബൽ ഓഫ് എ സിംബൽ, ഒരു സിംബലിൻ്റെ സിംബൽ എന്ന് വിളിക്കാം. കാരണം എഴുത്ത് നമ്മൾ എന്തിനാണോ ഉദ്ദേശിക്കുന്നതിന് നേരിട്ടല്ല, പകരം നമ്മൾ എന്താണോ ഉച്ചരിക്കുന്ന ശബ്ദം, ആ ശബ്ദങ്ങൾക്കനുസരിച്ചുള്ള സിംബലുകളാണ് എഴുത്തുകൾ എന്നാണ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത്. ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ, പ്രത്യേകിച്ച് ഗ്രാമർ വക്താക്കൾക്കിടയിൽ എഴുത്തിനെയും സംസാര ഭാഷയെയും കുറിച്ച് വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഏതിനാണ് പ്രാധാന്യം കൂടുതൽ എന്ന രീതിയിൽ അവിടെ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പഠനങ്ങളിലേക്കും തർക്കങ്ങളിലേക്കുമാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്.
Traditional grammarians had a general tendency to regard the spoken form as inferior to the written form. ട്രഡീഷണൽ ഗ്രമേറിയൻസിൻ്റെ ഇടയിൽ ആദ്യകാല ഗ്രാമർ വക്താക്കൾ സംസാര ഭാഷയേക്കാൾ പ്രാധാന്യമുള്ളതാണ് എഴുത്ത് എന്നാണ് പറഞ്ഞിരുന്നത്. They regard the spoken form as inferior to the written form. സ്പോക്കൺ ഫോമിനെ ഇൻഫീരിയർ ആയിട്ട് ചെറുതായിട്ടാണ് അവർ കണ്ടത്. എന്തിനേക്കാളും? റിട്ടൺ ഫോമിനേക്കാളും. റിട്ടൺ ഫോമിനാണ് പ്രാധാന്യം കൂടുതൽ, എഴുത്താണ് യഥാർത്ഥ ഭാഷ എന്നാണ് അവർ പറഞ്ഞത്. They made all their observations on language based on the written form. ഭാഷയെക്കുറിച്ചുള്ള എല്ലാ കണ്ടെത്തലുകളും അവർ എഴുത്തിൻ്റെ ഭാഷയുമായി ബന്ധപ്പെട്ടാണ് നടത്തിയത്. Most of the rules of the traditional grammar, which are prescriptive in nature, are based on the written language. ട്രഡീഷണൽ ഗ്രാമറിലെ ഒട്ടുമിക്ക നിയമങ്ങളും വിച്ച് ആർ പ്രിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ, പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലാണ്. അവർ നമ്മളോട് ഇങ്ങനെയേ പറയാൻ പാടുള്ളൂ, ഇങ്ങനെയേ എഴുതാൻ പാടുള്ളൂ എന്ന് പറയുന്ന രീതിയാണ് പ്രിസ്ക്രിപ്റ്റീവ്. പ്രിസ്ക്രിപ്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് എന്നീ രീതികളെക്കുറിച്ച് വരുന്ന ക്ലാസ്സിൽ നമ്മൾ കൃത്യമായി വിശദമായി പഠിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ ട്രഡീഷണൽ ഗ്രാമറിലെ നിയമങ്ങളെല്ലാം ഈസ് ബേസ്ഡ് ഓൺ ദ റിട്ടൺ ലാംഗ്വേജ്, എഴുത്തിൻ്റെ ഭാഷയുമായി ബന്ധപ്പെട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഗ്രാമർ നിയമങ്ങളെല്ലാം എഴുത്തുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിരുന്നത് എന്നർത്ഥം. ദേ അറ്റാച്ച്ഡ് പ്രൈമസി ടു റൈറ്റിംഗ്, അവർ എഴുത്തിനാണ് പ്രാധാന്യം നൽകിയത്. They considered that language of literature written by the socially accepted writers should be the model for all language study. ഭാഷാ പഠനത്തിന് എല്ലാവരും മോഡലുകളായി എടുക്കേണ്ടത്, മാതൃകയായി സ്വീകരിക്കേണ്ടത് വളരെ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരുടെ സാഹിത്യ പുസ്തകങ്ങളെയാണ് എന്നാണ് അവർ വാദിച്ചത്. വലിയ അറിവുള്ള ആളുകൾ എഴുതുന്നതായിരിക്കും ശരി, അതുകൊണ്ട് അവരുടെ എഴുത്തിനെ അതുപോലെ മാതൃകയാക്കി ഭാഷയെ പഠിക്കുക എന്നായിരുന്നു അവരുടെ അഭിപ്രായം. Modern linguists argue that speech is primary and writing is only secondary. ആദ്യകാലത്തെ ഗ്രാമർ വക്താക്കളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കാലത്തിൻ്റെ ആധുനിക ലോകത്തെ ഗ്രാമർ വക്താക്കൾക്കിടയിൽ, ഭാഷാ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായം അവർ സംസാര ഭാഷയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്നാണ്. എഴുത്തിനേക്കാളും പ്രാധാന്യം സംസാര ഭാഷയ്ക്കാണ് എന്നവർ വാദിച്ചു. The written form is only a symbol of the symbol and hence it is twice removed from the thing referred to. അവർ വാദിച്ചത് ഒരു സിമ്പലിൻ്റെ സിമ്പൽ മാത്രമാണ് എഴുത്ത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വസ്തുവിൽ നിന്ന് രണ്ട് വട്ടം മാറിയാണ്, രണ്ട് വട്ടം വ്യത്യസ്തമായിട്ടാണ് ഈ സിമ്പൽ ഉപയോഗിക്കുന്നത്. സംസാരത്തിൽ നിന്ന് മാറിയാണ് എഴുത്ത് വരുന്നത്. അതായത് സംസാരത്തിൻ്റെ ഒരു സിമ്പൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എഴുത്തിന് അത്ര പ്രാധാന്യം നൽകിയാൽ മതിയാവും. സംസാര ഭാഷയാണ് യഥാർത്ഥ ഭാഷാരൂപമെന്ന് മോഡേൺ ലിംഗ്വിസ്റ്റുകൾ, ആധുനിക ഭാഷാ പണ്ഡിതന്മാരും വാദിച്ചു. ഹെൻസ് ഇറ്റ് ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ദ സ്പോക്കൺ ഫോം. ഇത്തരത്തിൽ രണ്ട് രീതിയിൽ, വളരെ വ്യത്യസ്തമായ രീതിയിൽ സംസാര ഭാഷയിൽ നിന്ന് വ്യത്യസ്തമാണ്, അകന്നു നിൽക്കുന്നതാണ് എഴുത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രാധാന്യം അതിന് കുറവാണ്. സംസാര ഭാഷയേക്കാൾ പ്രാധാന്യം കുറവാണ് എഴുത്തിന് എന്നവർ വാദിച്ച് ജയിക്കാൻ ശ്രമിച്ചു. ഇൻ സം കേസസ് ദർ ഈസ് 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. ഒരു പരിധിവരെ ചില വാക്കുകളിലെല്ലാം, ചില രീതികളിലെല്ലാം എഴുതുമ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു ബന്ധം കാണുന്നുണ്ട്. ബട്ട് ഇൻ എ നമ്പർ ഓഫ് ഏരിയാസ് ദർ ഈസ് നോ നീറ്റ് 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ യൂണിറ്റ്സ് ഓഫ് സ്പീച്ച് ആൻഡ് യൂണിറ്റ്സ് ഓഫ് റൈറ്റിംഗ്. എന്നാൽ ഒരു പരിധിക്കപ്പുറം ഒരിക്കലും എഴുത്തും സംസാരവുമായി യാതൊരു ബന്ധവുമില്ല. നമ്മൾ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുമല്ല നമ്മൾ സംസാരിക്കുന്നത്. അതായത് സംസാരിക്കുന്ന സംഭവങ്ങളൊന്നുമല്ല നമ്മൾ എഴുത്തിലൂടെ കാണിക്കുന്നത്. നമ്മൾ ആ എന്ന അക്ഷരം പറയുമ്പോൾ അത് എഴുതുന്ന വ്യത്യാസമാണ്. ഇംഗ്ലീഷിൽ എ എന്ന് പറയുമ്പോൾ നമ്മളത് എഴുതുന്നത്, ആ സംസാര ശബ്ദവും നമ്മൾ എഴുതുന്ന രീതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒട്ടുമിക്ക സമയങ്ങളിലും അങ്ങനെ ഒരു ബന്ധവുമില്ല എന്നും അതുകൊണ്ട് തന്നെ പ്രാധാന്യം സംസാരത്തിന് മാത്രമാണെന്നും എഴുത്ത് എത്രയോ അകന്നാണ് നിൽക്കുന്നത് എന്നും മോഡേൺ ലിംഗ്വിസ്റ്റുകൾ വാദിച്ചു. അങ്ങനെ രണ്ട് കാലത്തെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. ആദ്യകാലത്ത് എഴുത്തിനെ മുൻപന്തിയിലെത്തിച്ചവരും പിന്നീട് മോഡേൺ ലിംഗ്വിസ്റ്റുകൾ സംസാര ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തവരാണ്. ഈ രണ്ട് വിഭാഗക്കാരുടെയും തർക്കത്തിൽ നിന്നും ചർച്ചകളിൽ നിന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. In fact, in the history of any linguistic community, speech began earlier than writing. And speech is the primary means of expression of human thoughts, feelings and desires. കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ചരിത്രത്തിൽ
ഏതൊരു ഭാഷാ വിഭാഗത്തെയും കമ്മ്യൂണിറ്റിയെയും എടുത്താലും ആദ്യമുണ്ടായത് സ്പീച്ചാണ്, സംസാര ഭാഷയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏർലിയർ ദാൻ റൈറ്റിംഗ്. എഴുത്തിന് എത്രയോ മുൻപ് സംസാര ഭാഷ ഉണ്ടായി, പിന്നീട് മാത്രമാണ് ഈ ഭാഷകളിലെല്ലാം എഴുത്ത് രൂപപ്പെടുന്നത്. ആൻഡ് സ്പീച്ച് ഇസ് ദ പ്രൈമറി മീൻസ് ഓഫ് എക്സ്പ്രഷൻ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയവിനിമയ രീതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സംസാരമാണ്. അത് മനുഷ്യൻ്റെ ചിന്തകളെ, അതുപോലെ തന്നെ വികാരങ്ങളെ, ആഗ്രഹങ്ങളെ എല്ലാം കൃത്യമായി സംവദിക്കാൻ കഴിയുന്നത് സംസാര ഭാഷയ്ക്ക് മാത്രമാണ്. നോർമലി ഹ്യൂമൻ ബീയിങ്സ് ലേൺ ടു പ്രാക്ടീസ് റൈറ്റിംഗ് ഓൺലി ആഫ്റ്റർ ദേ ലേൺ ടു സ്പീക്ക്. സാധാരണഗതിയിൽ ഒരു ഭാഷ സംസാരിക്കാൻ പഠിച്ചതിന് ശേഷം മാത്രമാണ് അതിനെ എഴുതാൻ മനുഷ്യൻ പഠിച്ചിട്ടുള്ളത്. അതാണ് ചരിത്രകാലം മുതൽ തുടർന്നു വന്നൊരു രീതി. ചിൽഡ്രൻ ഫസ്റ്റ് ലേൺ ടു സ്പീക്ക് ദെയർ മദർ ടങ് ആൻഡ് ലേറ്റർ ഓൺ ലേൺ ടു റൈറ്റ്. നമ്മുടെ മാതൃഭാഷ നമ്മൾ പഠിക്കുന്ന രീതി മനസ്സിലാക്കിയാൽ തന്നെ ഈ സത്യാവസ്ഥ നമുക്ക് തിരിച്ചറിയാനാകും. ചിൽഡ്രൻ ഫസ്റ്റ് ലേൺ ടു സ്പീക്ക് ദെയർ മദർ ടങ്. നാം ഓരോരുത്തരും നമ്മുടെ മാതൃഭാഷ, നമ്മുടെ യഥാർത്ഥ ഭാഷ സംസാരിച്ചാണ് ആദ്യം തുടങ്ങിയത്. അതിനുശേഷമാണ് നമ്മളത് എഴുതാൻ തുടങ്ങിയത്. ആൻഡ് ലേറ്റർ ഓൺ ലേൺ ടു റൈറ്റ്. എഴുതാൻ പഠിച്ചത് പിന്നീടാണ്. തീർച്ചയായും ആദ്യം നമ്മൾ സംസാരിക്കാനാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഭാഷയും ആദ്യമുണ്ടായത് സംസാരമാണ്, പിന്നീടാണ് എഴുത്ത് രൂപപ്പെട്ടത് എന്നാണ് അവർ പറയുന്നത്. All languages in the world have developed the spoken form earlier than they developed written form. ലോകത്തിലെ എല്ലാ ഭാഷകളിലും ആദ്യമുണ്ടായത് സംസാര ഭാഷയാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് മാത്രമാണ് എഴുത്തിൻ്റെ രൂപം ഈ ഓരോ ഭാഷകളിലും ഉണ്ടാകുന്നത്. റിട്ടൺ ഫോം ഈസ് ഓൺലി എ കോൺക്രീറ്റ് റെക്കോർഡഡ് ഫോം ഓഫ് ദ സ്പോക്കൺ ഫോം. നമ്മുടെ സംസാര ഭാഷയുടെ കൃത്യമായ ഒരു റെക്കോർഡഡ് ഫോം മാത്രമാണ് എഴുത്ത്. കൃത്യമായ ഒരു കോൺക്രീറ്റ്, ഉറച്ച ഒരു റെക്കോർഡഡ് രൂപം. അതായത് കൃത്യമായി നമ്മൾ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് പിൽക്കാലത്ത് എഴുത്ത് രൂപപ്പെടുന്നത്. There are a few languages which have only the spoken form with no written form. ലോകത്ത് ചില ഭാഷകൾ പോലുമുണ്ട്, അവയ്ക്ക് സംസാര രീതികൾ മാത്രമേ ഉള്ളൂ, എഴുത്തിൻ്റെ രൂപങ്ങളില്ല. സംസാരം മാത്രമുള്ള ഭാഷകളുണ്ട്, എഴുത്തില്ലാത്ത, ലിപിയില്ലാത്ത എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അത്തരത്തിൽ ലിപിയില്ലാത്ത ഭാഷകളുണ്ട്, സംസാരം മാത്രമുള്ള ഭാഷകൾ. In no language the written form originated prior to the spoken form. നമ്മൾ ചരിത്രത്തിൽ എവിടെയും ആദ്യം എഴുത്ത് ഉണ്ടായ ഒരു ഭാഷയെക്കുറിച്ച് പഠിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് ഒരു ഭാഷയും ആദ്യം എഴുത്തുണ്ടാവുകയും പിന്നീട് സംസാരമുണ്ടാവുകയും എന്ന് പറയുന്ന രീതിയില്ല. Nor is there in any language only the written form with no spoken form. മാത്രവുമല്ല എഴുത്തു മാത്രമുള്ള ഒരു ഭാഷയും ലോകത്തില്ല, സംസാര രീതിയില്ല, എഴുത്തു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിൽ ഒരു ഭാഷയും ലോകത്തില്ല. എന്നാൽ മറിച്ചുണ്ട്. എങ്ങനെ? സംസാരം മാത്രമുള്ള, എഴുത്തില്ലാത്ത ഭാഷകൾ ലോകത്തുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതായത് എഴുത്ത് മാത്രമുള്ളൊരു ഭാഷയില്ല, എന്നാൽ സംസാരം മാത്രമുള്ള ഭാഷകളുണ്ട്. മാത്രമല്ല ആദ്യമുണ്ടായത് തീർച്ചയായിട്ടും എല്ലാ ഭാഷകളിലും സംസാര രീതിയാണ്, പിന്നീട് മാത്രമാണ് എഴുത്തുള്ള ഭാഷയ്ക്ക് അതുണ്ടായത്. All these facts affirm the primacy of speech. ഈ വസ്തുതകളിൽ നിന്നെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യം പ്രാധാന്യം കൂടുതൽ സംസാര ഭാഷയ്ക്ക് തന്നെയാണ്. Therefore, modern linguists never consider speech as inferior to writing. അതുകൊണ്ട് തന്നെ ആധുനിക കാലത്തെ ഭാഷാ പണ്ഡിതന്മാർ, മോഡേൺ ലിംഗ്വിസ്റ്റുകൾ ഒരിക്കലും സംസാര ഭാഷയേക്കാൾ പ്രാധാന്യം എഴുത്തിന് നൽകിയില്ല. മാത്രമല്ല എഴുത്തിനേക്കാൾ വളരെ ചെറിയ രൂപത്തിലാണ്, താഴ്ന്ന സ്ഥിതിയിലാണ് സംസാര ഭാഷ എന്നവർ സമ്മതിച്ചതുമില്ല. തീർച്ചയായും സംസാര ഭാഷയ്ക്കാണ് പ്രാധാന്യം കൂടുതലെന്നും അതിനുശേഷമേ എഴുത്ത് വരികയുള്ളൂ എന്നും മോഡേൺ ലിംഗ്വിസ്റ്റുകൾ കൃത്യമായി വാദിച്ചു. എന്നാൽ ഈ തർക്കങ്ങളിൽ നിന്നും കൃത്യമായി നമ്മൾക്ക് എത്തിച്ചേരാകുന്ന ഒരു കൺക്ലൂഷൻ എന്താണ്? രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അല്ലേ. ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചതാണ്, മോശമാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ രണ്ടും നമ്മൾ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ഷോർട്ട്, ഈച്ച് ഹാസ് ഇറ്റ്സ് ഓൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. വളരെ ചുരുക്കി പറഞ്ഞാൽ എഴുത്തിനും സംസാരത്തിനും അതിൻ്റേതായ നേട്ടങ്ങളുമുണ്ട്, കോട്ടങ്ങളുമുണ്ട്, മെറിറ്റുകളുമുണ്ട്, ഡിമെറിറ്റുകളുമുണ്ട്. Thus, both speech and writing have their own value and significance as the basic manifestations of language. അതുകൊണ്ട് തന്നെ ഭാഷയുടെ ഉത്തമമായ രീതി എന്ന നിലയ്ക്ക്, ഉത്തമമായ പ്രകടനം എന്ന നിലയ്ക്ക് എഴുത്തിനും സംസാരത്തിനും അതിൻ്റേതായ മൂല്യവും പ്രാധാന്യവുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്ന് മോശം ഒന്ന് നല്ലത് എന്ന് പറയാൻ ഇവിടെ കഴിയില്ല.
സംസാരവുമായി ബന്ധപ്പെട്ടാണെങ്കിലും എഴുത്തുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇത് നല്ലത്, ഇത് മോശം എന്ന് നമുക്ക് പറയാനാവില്ല. രണ്ടും ആശയവിനിമയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉപാധികൾ തന്നെയാണ്. ടു മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. ആശയവിനിമയത്തിൻ്റെ രണ്ട് രീതികളെക്കുറിച്ച് പരിചയപ്പെടുത്തിയ ഈ ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എഴുത്തിനാണോ സംസാരത്തിനാണോ കൂടുതൽ പ്രാധാന്യം എന്ന സംശയം ഇനി നിങ്ങളിൽ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു തർക്കവും നിങ്ങൾ ഇനി ഉന്നയിക്കില്ല എന്ന് തോന്നുന്നു. രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ക്ലാസ്സിലെ ഈ ടോപ്പിക് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.